സാമ്പ് മൾട്ടിപ്ലെയറിൻ്റെ വീഡിയോ ആയിട്ടാണ് GTA സാമ്പ്. അപ്പോൾ ഇന്ന് NGRP സെർവറിൽ നമ്മൾ എങ്ങനെ PD കയറാമെന്ന് നോക്കാൻ പോണേ. അപ്പോൾ റൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചില മച്ചാന്മാർക്ക് അറിയില്ല, അപ്പോൾ അവർക്ക് സഹായമാവട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക. എന്നാലും എല്ലാം ഞാൻ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഇനി അവിടെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ അടിയിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇതിവിടെ ആയിട്ട് വരും PD പോലീസ് അനൗൺസ്മെൻ്റ് എന്ന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർ ഇടും ഇങ്ങനെ ഇൻ്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞ് ഏതെങ്കിലും PDൻ്റെ ചീഫ് ഇടും. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ടിട്ട്, അപ്പോൾ നമ്മൾ ഈ എലിജിബിലിറ്റി ആയിട്ടുള്ള ക്രൈറ്റീരിയസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ഇടയിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ അവരെടുക്കുകയുള്ളൂ. ഇതൊക്കെ കാര്യങ്ങളൊക്കെ വേണം, എന്നാലേ നമുക്ക് ഇൻ്റർവ്യൂവിൽ കയറാൻ പറ്റുള്ളൂ. ഏജ് 16 വേണം. പിന്നെ മൈക്രോഫോണ്, അതായത് നമ്മുടെ മൈക്ക് ക്ലിയർ ആവണം, നല്ല പക്ക ആയിട്ടിരിക്കണം. പിന്നെ ഇൻ ഗെയിം ലെവൽ 7 അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വേണം. പിന്നെ പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് അപ്ലൈ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ പിടിച്ചൊക്കെയാണെങ്കിൽ നമുക്ക് പോലീസ് അപ്ലൈ ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, നമുക്ക് എന്താണ് ആഗ്രഹം, സിറ്റിയിൽ നമ്മൾ പോലീസ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അവർ ചീഫ് വന്ന് വായിച്ച് നോക്കിയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് 1 ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്. അത് പുതിയ അപ്ഡേറ്റിൽ ഒന്നാണ്, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് നേരിട്ട് തന്നെ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് ടിക്കറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ IG-ലൊന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ക്ലിയർ മൈക്ക് വേണം, അതൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഇൻ്റർവ്യൂ വന്നേക്കുന്നത്. അപ്പോൾ ഇവർ ഇന്ന സമയം പറയും. ഇവിടെ 12 മണി PD വെയിറ്റിംഗ് VCയിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കോഡിൽ. അവിടെ നമ്മൾ വന്നം. എന്നിട്ട് സെലക്ട് ആക്കിയവരുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ടാകും, അവർക്ക് മാത്രമാണ് അവിടെ വരാൻ പറ്റുള്ളൂ. എന്നിട്ട് അവരുടെ മൈക്രോഫോണ് നോളജ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. എന്നിട്ടാണ് അക്സെപ്റ്റ് ആക്കുകയുള്ളൂ. എന്നിട്ട് റൗണ്ട് 2 ഇൻ ഗെയിമിലാണ് നമ്മുടെ ഇൻ്റർവ്യൂ. അത് സാധാരണ പോലെ കഴിഞ്ഞ ഇതിലൊക്കെ ഉണ്ടായിരുന്ന അതുപോലെ അത് മാറിയിട്ടില്ല. അപ്പോൾ അതിലും കൂടി നമ്മൾ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതും. അപ്പോൾ അവർക്ക് ഇന്ന സമയത്ത് IG വന്നെയാണെങ്കിൽ അവരെ അവിടെ നിന്ന് സെലക്ട് ആക്കും നേരിട്ട്. പിന്നെ ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഡ്രൈവിംഗ് ലൈസൻസ്, വെപ്പൺ ലൈസൻസ് ഒക്കെ വേണം. പിന്നെ ഡ്രസ്സ് കറക്റ്റായിട്ട് ഇട്ടിട്ട് വേണം. പിന്നെ ഇല്ലീഗൽ ഐറ്റംസ് ഒന്നും പാടില്ല. പിന്നെ നമ്മുടെ ക്രിമിനൽ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, അത് ഇത്ര എണ്ണം വേണം നമ്മൾ ചെയ്തേക്കണ ഇത് ക്രൈംസൊക്കെ. പിന്നെ നമ്മൾ നേരത്തെ തന്നെ ചെല്ലാൻ നോക്കുക, ഇൻ്റർവ്യൂവിൻ്റെ മുമ്പ് ഒരു 5 മിനിറ്റൊക്കെ മുമ്പ് ചെല്ലാൻ നോക്കുക. പിന്നെ നമ്മൾ ഫുൾ ഓണായിരിക്കണം, എന്നാലാണ് RP ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ പ്രൊമോഷൻ കാര്യങ്ങൾ ലാസ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നതായിരിക്കും, നമ്മളെ ചിലപ്പോൾ കയറ്റിയെന്ന് വരില്ല. പിന്നെ ഇവിടെ പോലീസ് റൂൾ ബുക്ക് ഉണ്ട്, ഇതൊക്കെ ഒന്ന് വായിച്ചിരിക്കുക, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്നിട്ടാണ് നമുക്ക് ഇൻ്റർവ്യൂ പോകാൻ നോക്കാം മാക്സിമം. ഇതെല്ലാം പഠിച്ച് വെച്ചിരിക്കുക. പിന്നെ നമ്മൾ കയറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇനി പറഞ്ഞുതരാം. ഇത് നമ്മുടെ NGRP മാർക്കറ്റ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ കൺസൾട്ടൻസി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ജോയിൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇവിടെ NJPD നമ്മുടെ അനൗൺസ്മെൻറ്റ് സിറ്റുവേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നമുക്ക് OC ചാറ്റൊക്കെ ചെയ്യാവുന്ന. പിന്നെ ഓഫീസർ ഡീറ്റെയിൽസ്, നമുക്കിപ്പോൾ ലീവ് എടുക്കണമെങ്കിൽ ലീവ്, ക്വിറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ ഏതാണ് PD വെയിറ്റിംഗ് VC, അവിടെ നമ്മൾ മറ്റേ ആദ്യത്തെ ഇതുണ്ടല്ലോ, അവിടെ നമ്മൾ വന്നം. അപ്പോൾ ചവരെ ഇത്രേ ഉള്ളൂ PDയിൽ ജോയിൻ്റ് ആകാനുള്ള കാര്യങ്ങൾ. പിന്നെ IG-യിലുള്ള കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് അപ്പോൾ തന്നെ അവർ ട്രെയിനിങ് തരും. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ തന്നെ നമ്മൾ IG-ന്ന് ഇറങ്ങി കിട്ടിക്കഴിഞ്ഞ് ഉടനെ IG-ന്ന് ഇറങ്ങാണ്ടിരിക്കുക. ട്രെയിനിങ് കൂടി കഴിഞ്ഞിട്ട് മാക്സിമം ഇറങ്ങാൻ നോക്കുക. നമ്മൾ സാമ്പിൻ്റെ ബന്ധപ്പെട്ട വീഡിയോകളായിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ വരുന്നത്. മൈൻക്രാഫ്റ്റും കാര്യങ്ങളും നമ്മൾ നിർത്തിയിട്ടില്ല, എന്നാലും പിന്നീട് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ താങ്ക് യു ഗൈസ്, അവസാനം വരെ വീഡിയോ കണ്ടതിന്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.